എല്ലാവർക്കും നമസ്കാരം. +2 എക്കണോമിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നോക്കിയിട്ടുള്ളത് ഇൻട്രഡക്ടറി മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അതിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രോബ്ലം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ ബജറ്റ്, budget set, budget line, then the problem related to consumers budget and budget set and budget line. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ഭാഗമായിട്ടുള്ള ബഡ്ജറ്റ് ലൈൻ പോയിന്റ്സ്, ഈ ഡയഗ്രാം നിങ്ങൾ കാണാമല്ലോ. ഇവിടെ ബഡ്ജറ്റ് ലൈൻ AB കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് M/P1, ഇവിടെ M/P2. X ആക്സിസിൽ ഗുഡ് 1, Y ആക്സിസിൽ ദ എമൗണ്ട് ഓഫ് ഗുഡ് 2. ബഡ്ജറ്റ് ലൈൻ AB ആണ്. അതിൻ്റെ ഇൻ്റർസെപ്റ്റ് M/P1 ആണ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. M/P2 ആണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഇവിടെ 3 പോയിന്റുകളാണ് ഉള്ളത്: A, B, C. A and B lies on the budget line, which means the bundle A and B represents the cost is equal to income of the consumer. ബണ്ടിൽ എയും ബണ്ടിൽ ബിയും പ്രതിനിധീകരിക്കുന്നത് കൺസ്യൂമറിൻ്റെ വരുമാനത്തിനനുസരിച്ച് ചിലവ് വരുന്ന ബണ്ടിലാണ് എയും ബിയും. ദെൻ കൺസിഡർ പോയിന്റ് C. Point C is the bundle which lies below the budget line. ബഡ്ജറ്റ് ലൈനിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ബണ്ടിലാണ് പോയിന്റ് C. ഇവിടെ the bundle C represents the combination of two goods, good 1 and good 2. The cost of good 1 and good 2 or cost of the bundle is less than income. വരുമാനത്തിന് താഴെ ചെലവ് വരുന്ന, ഇവിടെ കോസ്റ്റ് ചെലവ് വരുന്ന ബണ്ടിലാണ് പോയിന്റ് C. കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഇൻകം അറ്റ് പോയിന്റ് A and B, ബണ്ടിൽ A and B. Then point C represents the bundle which cost less than income of the consumer. ഉപഭോക്താവിൻ്റെ വരുമാനത്തിന് താഴെ ചെലവ് വരുന്ന ബണ്ടിലാണ് പോയിന്റ് C എന്ന് പറയുന്നത്. If the consumer select point C, then he had left some income to purchase more of good 1 or good 2, either good 1 or good 2. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ പറയുന്നത് ബഡ്ജറ്റ് സെറ്റ്, റെപ്രസെൻറ്റേഷൻ ഓഫ് ബഡ്ജറ്റ് സെറ്റ്. പോയിന്റ് ബണ്ടിൽസ് ഓൺ ദ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ബിലോ ദ ബഡ്ജറ്റ് ലൈൻ represents budget set, which represents budget set. Then budget line represents the bundles which cost exactly equal to income. Then compared to point C, which lies below the budget line, on the budget line A and B are the bundles which cost exactly equal to income. പോയിന്റ് സിയെ അപേക്ഷിച്ച് അല്ലെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ പോയിന്റ് എയിലും ബിയിലും കൺസ്യൂമറിന് വരുമാനത്തിന് തുല്യമായ ബണ്ടിലുകളാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പോയിന്റ് സിയെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ഗുഡ് 1 ഗുഡ് 2 കൺസ്യൂമറിന് ലഭ്യമാകുന്നു. ഇതാണ് ബഡ്ജറ്റ് ലൈന് താഴെയുള്ള പോയിന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ലൈനിലെ ബണ്ടിലുള്ള മേന്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഓൺ ദ ബഡ്ജറ്റ് ലൈൻ the bundles cost exactly equal to income. Then below the budget line cost is less than income. That means if consumer select point C or compared to point C on the budget line, any bundle or a bundle which has more of at least one good and no less of other compared to point C. ബഡ്ജറ്റ് ലൈനിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ബഡ്ജറ്റ് ലൈനിൻ്റെ താഴെയുള്ള പോയിന്റ് സിയേക്കാൾ ഒന്നുകിൽ ഗുഡ് 1 കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഗുഡ് 1 ഗുഡ് 2 ഏതെങ്കിലും ഒന്ന് കൂടുതലായിരിക്കും
മറ്റേത് കുറയുകയുമില്ല. അങ്ങനെ ഒരു ബണ്ടിൽ ഈ ബഡ്ജറ്റ് ലൈനിൽ ഉണ്ടായിരിക്കും. ബഡ്ജറ്റ് ലൈൻ അകത്തെ ബണ്ടിലിനെ അപേക്ഷിച്ച് ബഡ്ജറ്റ് ലൈന് താഴെയുള്ള ബണ്ടിൽ പോയിന്റ് സി, എയും ബിയും പോയിന്റ് സിയുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ എയിലും ബിയിലും ഒരു ഗുഡ് കൂടുതലായും മറ്റേ ഗുഡ് കുറയാതെയുമുള്ള ഒരു ബണ്ടിൽ കൺസ്യൂമറിന് ലഭ്യമായിരിക്കും. ഇതാണ് ബഡ്ജറ്റ് ലൈനിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ എക്സാമ്പിളിൽ P1X1 P1 5ഉം P2 4ഉം ആയിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു 20. സപ്പോസ് P1 is equal to 5, P2 is equal to 4, income of the consumer is equal to 20. Then we get many bundles. 2, 0, 5, 4, 0, etc. ഇവിടെ 1, 3, 3, 1 അങ്ങനെ ഒരുപാട് ബണ്ടിലുകൾ നമുക്ക് ലഭ്യമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇവിടെ 2, ബണ്ടിൽ അല്ലെങ്കിൽ 0, 5, 4, 0 ബണ്ടിൽ, ഇതാണ് നമ്മൾ എയും ബിയെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ബണ്ടിൽ ഇപ്പോൾ പോയിന്റ് സി 1, 2, 1, 3 ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ബഡ്ജറ്റ് ലൈനിൽ കൂടുതലായിരിക്കും. ഒന്നുകിൽ ഗുഡ് 1 കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഗുഡ് 2 കൂടുതലായിരിക്കും. ഗുഡ് 2 കൂടുതലാണെങ്കിൽ ഗുഡ് 1ൻ്റെ അളവ് കുറയില്ല പോയിന്റ് സിയെ അപേക്ഷിച്ച്. ഗുഡ് 1 കൂടുതലും ആണെങ്കിൽ പോയിന്റ് സിയെ അപേക്ഷിച്ച് ഗുഡ് 2 ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയിൽ കുറവ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു ബണ്ടിൽ ബണ്ടിൽ എ ടു ബി, ഇതിനിടയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ എ ആകാം, ബി ആകാം, അല്ലെങ്കിൽ മറ്റ് ബണ്ടിലുകൾ പോയിന്റ് സിയേക്കാൾ മെച്ചമുള്ള ഒരു ബണ്ടിൽ കൺസ്യൂമറിന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് പോയിന്റ് ബിലോ ദ ബഡ്ജറ്റ് ലൈൻ. If consumer select point C, consumer left some income, then at any point on the budget line consists a bundle which has more, at least one good and no less of other good compared to point C. Okay, ഇവിടെ point C. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ താഴെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈനിലെ ബണ്ടിലുകൾ ബഡ്ജറ്റ് ലൈനിന് താഴെയുള്ള ബണ്ടിലിനേക്കാൾ ഒരു മെച്ചപ്പെട്ട ഗുഡ് 1ൻ്റെയും ഗുഡ് 2ൻ്റെയും അളവ് കൂടുതലായി കൺസ്യൂമറിന് ലഭിക്കും. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റ്. ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റ്. ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റ് ഓർ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് സെറ്റിന് ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ, മാറ്റം ഉണ്ടാകണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുണ്ടാകുന്ന മാറ്റമാണ് ബഡ്ജറ്റ് സെറ്റിനെ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനെ മാറ്റം സംഭവിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നോക്കുക. P1X1 പ്ലസ് P2X2 is equal to M. എന്താണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ? P1X1 പ്ലസ് P2X2 is equal to M. അതാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, P1, P2 ആൻഡ് P3. P1ഉം P2ഉം പ്രൈസസ് ആണ്, M എന്ന് പറയുന്നത് ഇൻകമാണ്. അപ്പോൾ ഒന്നുകിൽ വിലയിലുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം, ഇതാണ് ബഡ്ജറ്റ് ലൈനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ. നമുക്ക് എഴുതാം ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ദ ഫാക്ടേഴ്സ് വിച്ച് causes changes in the budget set or budget line are income and prices of two goods. Prices of goods one and or price of good two. ബഡ്ജറ്റ് സെറ്റിന് മാറ്റമുണ്ടാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒന്ന് ഇൻകം, മറ്റേത് വസ്തുക്കളുടെ വില. വസ്തുക്കൾ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഗുഡ് 1ഉം ഗുഡ് 2. അപ്പോൾ നമുക്ക് ഇൻകം മാറ്റമുണ്ടായാൽ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് മാറ്റമുണ്ടായി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് സെറ്റ് മാറും എന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബഡ്ജറ്റ് സെറ്റ് മാറ്റമുണ്ടാകുന്നതിന് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഉപഭോക്താവിൻ്റെ വരുമാനം മാറുക, രണ്ടാമത്തേത്
വസ്തുക്കളുടെ വിലയിലുണ്ടാകുന്ന മാറ്റം. ഇനി നമുക്ക് ആദ്യത്തേത് ഇൻകം കൺസിഡർ ചെയ്യാം. ചേഞ്ചസ് ഇൻ ഇൻകം. ഇഫ് കൺസ്യൂമേഴ്സ് ഇൻകം ഓർ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് ചേഞ്ചസ്, വാട്ട് ഹാപ്പൻ ടു ദ ബഡ്ജറ്റ് സെറ്റ് ഓർ ബഡ്ജറ്റ് ലൈൻ? ഇവിടെ ഇൻകം എന്ന് പറയുന്നത് എം എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇൻകം എം എന്നത് M1 അല്ലെങ്കിൽ M ഡാഷ് എന്ന രീതിയിൽ മാറുന്നു എന്ന് വിചാരിക്കാം. M1 ആകുന്നു അല്ലെങ്കിൽ M ഡാഷ് ആകുന്നു, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വായിക്കാം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഈ രീതിയിൽ മാറും. P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M ഡാഷ്. M ഡാഷ് അല്ലെങ്കിൽ M1. നമ്മൾ നേരത്തെ പറഞ്ഞു ബഡ്ജറ്റ് ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ആ സ്ട്രെയിറ്റ് ലൈന് ഒരു ഇക്വേഷൻ ഉണ്ടാകും. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. x2 ഈസ് ഈക്വൽ ടു M by P1 M by P2 മൈനസ് P1 by P2 x1. ഇതാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതേ ഫോമിൽ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ മാറ്റാം. ഇവിടെ x2 ഈസ് ഈക്വൽ ടു M1 by P2 മൈനസ് P1 by P2 x1. ഇത് നമുക്ക് ഇക്വേഷൻ 1, ഇക്വേഷൻ 2 ആയിട്ട് ഇത് എഴുതാം. ഇത് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ, പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. വരുമാനം എമ്മിൽ നിന്നും M ഡാഷ് ആകുമ്പോൾ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ P1 x1 plus P2 x2 is equal to M dash. Then budget line changes. At that time, straight line equation will become x2 is equal to M dash divided by P2 minus P1 by P2 x1. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് ആക്സിസിൽ ഗുഡ് 1, വൈ ആക്സിസിൽ ഗുഡ് 2 ആണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എ ബി എന്ന് പറയുന്നത് നിലവിലുള്ള ബഡ്ജറ്റ് ലൈൻ. നിലവിലുള്ള ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M ആണ് ഇവിടെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ സപ്പോസ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ്. രണ്ട് രീതിയിലാണ് വരുമാനം മാറുന്നത്. വരുമാനം ഒന്നുകിൽ എന്ത് ചെയ്യാം, വർദ്ധിക്കാം, അല്ലെങ്കിൽ വരുമാനം കുറയാം. ഇഫ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻ ടു ദ ബഡ്ജറ്റ് ലൈൻ? അത് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ x2 ഈസ് ഈക്വൽ ടു M by P2 മൈനസ് P1 by P2 x1. വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ബിക്കം x2 ഈസ് ഈക്വൽ ടു M ഡാഷ് ഡിവൈഡ് ബൈ P2 മൈനസ് P1 by P2 x1. ഇപ്പോൾ ഇവിടെ എ ബി ആണ് നിലവിലുള്ള ബഡ്ജറ്റ് ലൈൻ എന്ന് വിചാരിക്കുക. വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് കപ്പാസിറ്റി ടു പർച്ചേസ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2 ഇൻക്രീസസ്. നമ്മുടെ കയ്യിലുള്ള വരുമാനം വർദ്ധിച്ചാൽ സ്വാഭാവികമായും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കൂടുതൽ വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. സ്വാഭാവികമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതേപോലെ ഗ്രാഫിക്കലി നമുക്ക് എങ്ങനെ കാണിക്കാം, എ ബി എന്നുള്ളത് വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഔട്ട്വേർഡ് ഷിഫ്റ്റാണ് സംഭവിക്കുക. എ ബി ലൈൻ എന്തായി മാറും, A1 B1 ലൈനായിട്ട് മാറും. അത് നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M ആണ് ഇക്വേഷൻ എ ബിയിൽ. ദെൻ A1 B1 ആകുമ്പോൾ ഇക്വേഷൻ ഇതാണ്. A1 B1 ബഡ്ജറ്റ് ലൈനിൽ P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M ഡാഷ്. ദെൻ ബഡ്ജറ്റ് ലൈൻ എ ബി ഇക്വേഷൻ ഈസ് P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M. അപ്പോൾ ഇത് വരുമാനം വർദ്ധിക്കുന്ന സാഹചര്യമാണ്. വരുമാനം വർദ്ധിക്കുന്ന സാഹചര്യമാണ് നമ്മൾ പറഞ്ഞത്. ദ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ഔട്ട്വേർഡ് ഓർ റൈറ്റ് വേർഡ് എന്നും പറയും. ഔട്ട്വേർഡ് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ഔട്ട്വേർഡ്, പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഗുഡ് 1ഉം ഗുഡ് 2ഉം നമുക്ക് കൂടുതലായി വാങ്ങാം. ഒന്നുകിൽ ഗുഡ് 1 വാങ്ങാം, അല്ലെങ്കിൽ ഗുഡ് 2 വാങ്ങാം. അത് കൺസ്യൂമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. ഇനി നമുക്ക് നേരെ തിരിച്ച് നോക്കാം. സപ്പോസ് കൺസ്യൂമേഴ്സ് ഇൻകം ഡിക്രീസസ്, വാട്ട് ഹാപ്പൻ ടു ദ ബഡ്ജറ്റ് ലൈൻ? ഇക്വേഷൻ ഇത് തന്നെ മതി, കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇൻക്രീസോ ഡിക്രീസോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇക്വേഷൻ ഇത് തന്നെ. സപ്പോസ് ബഡ്ജറ്റ് ലൈൻ A1 B1, നിലവിലുള്ള ബഡ്ജറ്റ് ലൈൻ A1 B1 ആണെന്ന് വിചാരിക്കുക. ദെൻ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്താണ് സംഭവിക്കുക,
consumers' capacity to purchase good 1 and good 2 comes down. Good 1 ഉം good 2 വാങ്ങാനുള്ള ഉപഭോക്താവിൻ്റെ കഴിവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. സ്വാഭാവികമായും വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ good 1 ഉം good 2 വാങ്ങുന്നതിൻ്റെ അളവ് കുറയും. അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് നേരെ ഇങ്ങോട്ട് കാണിക്കാം. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇൻവേർഡ് ഷിഫ്റ്റ് എന്ന് കാണിക്കാം. ഇൻവേർഡ് ഷിഫ്റ്റ് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ഇൻവേർഡ് ഓർ ലെഫ്റ്റ് വൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ബഡ്ജറ്റ് ലൈൻ. ഇൻകം വർദ്ധിക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഔട്ട്വേർഡ് ഷിഫ്റ്റാണ് സംഭവിക്കുക. ഇൻകം കുറയുകയാണെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റാണ് സംഭവിക്കുക. ഇൻകം കുറയുകയാണെങ്കിൽ കൺസ്യൂമറിന് കുറഞ്ഞ അളവിൽ good 1 ഉം good 2 മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇൻകം കൂടിക്കഴിഞ്ഞാൽ കൂടിയ അളവിൽ good 1 ഉം good 2 വാങ്ങാൻ സാധിക്കും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Then if income of the consumer changes, budget line also changes. If income of the consumer increases, the budget line shift rightward or outward. That means consumer can purchase more of quantity of good 1 or good 2. Then consider changes in income, decrease in income. If income of the consumer decreases, then budget line shift leftward or inward. At that time, consumer can purchase lesser quantity of good 1 and good 2. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം. വരുമാനം മാറുമ്പോൾ എങ്ങനെ ബഡ്ജറ്റ് ലൈൻ മാറുന്നു, എങ്ങനെ ബഡ്ജറ്റ് സെറ്റ് മാറുന്നു, എങ്ങനെ ബഡ്ജറ്റ് ലൈൻ മാറും. ഓക്കെ, നമുക്ക് വരുമാനമുള്ള മാറ്റമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് വിലയിലുണ്ടാകുന്ന മാറ്റം ഏത് രീതിയിൽ ബഡ്ജറ്റ് ലൈനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. വിലയിലുണ്ടാകുന്ന മാറ്റം പ്രധാനമായും good 1ന്റെ വിലയിലുണ്ടാകുന്ന മാറ്റം, ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് good 1. ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് good 1. ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് good 1 എന്നതിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് good 1 ആൻഡ് ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് good 1. വില ഒന്നുകിൽ വർദ്ധിക്കാം അല്ലെങ്കിൽ കുറയും. അതേപോലെ ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് good 2, ഇതും അതേപോലെ വില ഒന്നുകിൽ വർദ്ധിക്കാം അല്ലെങ്കിൽ കുറയും. Changes in price can be divided into two. Changes in price, increase in price of good 1, decrease in price of good 1. Then increase in price of good 2, decrease in price of good 2. അപ്പോൾ 4 രീതിയിൽ നമുക്ക് ചേഞ്ചസ് ഇൻ പ്രൈസസിനെ പരിഗണിക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് good 1 നോക്കാം. ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് good 1. അപ്പോൾ ഇക്വേഷൻ ആദ്യം നോക്കാം. P1 x1 plus P2 x2 is equal to m. That is the budget line equation. Suppose price of good 1 changes from P1 to P1 dash. Budget line equation become P1 dash x1 plus P2 x2 is equal to m. Price of good 1 changes. Price of good 2 and income of the consumer remains the same or remains constant. Then budget line, straight line equation, budget line is a straight line, then that straight line equation will become m by P2 minus P1 dash by P2 x1. ഇത് ഇക്വേഷൻ 4 ആയിട്ട് എടുക്കാം. നമുക്ക് ഇത് ഇക്വേഷൻ 5 ആയിട്ട് എടുക്കാം. P1 x1 plus P2 x2, P1 dash x1 plus P2 x2 is equal to m. That is the new budget line equation with the change in price of good 1. Then straight line equation, budget line is a straight line, that straight line equation become x2 is equal to m by P2 minus P1 dash by P2 x1. ഇനി നമ്മൾ നേരെ ഗ്രാഫിലേക്ക് പോകാം. ഇവിടെ എ ബി ആണ് ഇനീഷ്യൽ ബഡ്ജറ്റ് ലൈൻ. എ ബി അവിടെ P1 x1 plus P2 x2
ഈസ് ഈക്വൽ ടു എം. അതാണ് ഇക്വേഷൻ. സപ്പോസ് ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഇൻക്രീസസ്. നമുക്ക് ആദ്യം വരുമാനം വർദ്ധിക്കുന്നു, ഗുഡ് വണ്ണിൻ്റെ വില വർദ്ധിക്കുന്നു, ഗുഡ് വണ്ണിൻ്റെ വില വർദ്ധിക്കുന്നു. ആ സാഹചര്യത്തിൽ എന്ത് മാറ്റമാണ് ബഡ്ജറ്റ് ലൈൻ ഉണ്ടാവുക? ഗുഡ് വണ്ണിൻ്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് നിശ്ചിത വരുമാനമാണുള്ളത്. നിശ്ചിത വരുമാനം ഉപയോഗിച്ച് ആ വസ്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ വാങ്ങാൻ പറ്റില്ല. നമുക്ക് കുറഞ്ഞ അളവിൽ മാത്രമേ വാങ്ങാൻ പറ്റൂ. നിലവിലുള്ള ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റില്ല, അതിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ വാങ്ങാൻ സാധിക്കൂ. അപ്പോൾ ഗുഡ് വണ്ണിൻ്റെ അളവ് കുറയുന്നു. ഗുഡ് വണ്ണിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ഗുഡ് വൺ വാങ്ങുന്നതിൻ്റെ അളവ് എന്ത് ചെയ്യും, സ്വാഭാവികമായി കുറയും. അപ്പോൾ അത് കാണിക്കുന്നത് ഇതാണ്. എ ബി എന്ന ബഡ്ജറ്റ് ലൈനിൽ നിന്നും എ ബി 2 എന്ന ബഡ്ജറ്റ് ലൈനിലേക്ക് ബഡ്ജറ്റ് ലൈൻ മാറുന്നു. ഇതിനെ നമ്മൾ പറയുന്നത് ഷിഫ്റ്റ് എന്നുള്ള സ്വിങ് എന്നാണ്. ബഡ്ജറ്റ് ലൈൻ സ്വിങ്സ് ലെഫ്റ്റ് വേർഡ് അലോങ് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസിലൂടെ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു, സ്വിങ് ചെയ്യുന്നു, തെന്നി മാറുന്നു. അല്ലെങ്കിൽ നമുക്ക് വേറൊന്നും കൂടി പറയാം, ബഡ്ജറ്റ് ലൈൻ സ്റ്റീപ്പർ ടു ദ ഒറിജിൻ അലോങ് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ബഡ്ജറ്റ് ലൈൻ കുറച്ചുകൂടി എന്താണ്, അടുത്ത് നിൽക്കുന്നു, ഒറിജിനോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്നു അലോങ് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസിലൂടെ ഒറിജിനിലേക്ക് അടുത്ത് നിൽക്കുന്നു. ഇതാണ് ഗുഡ് വണ്ണിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഭാഗമായി ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം. വിലയിൽ വർധനമുണ്ടാകുമ്പോൾ ബഡ്ജറ്റ് ലൈൻ swings leftward or budget line become more steeper when the price of good one increases. ഗുഡ് വണ്ണിൻ്റെ വിലയിലുണ്ടാകുന്ന വർധനവ് ബഡ്ജറ്റ് ലൈനെ ഹൊറിസോണ്ടൽ ആക്സിസിലൂടെ ചുരുക്കുന്നു, അല്ലെങ്കിൽ ഒറിജിനിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ബഡ്ജറ്റ് ലൈൻ എ ബി ചേഞ്ചസ് ടു എ ബി 2. ഇതാണ് പ്രൈസിലുണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് വണ്ണിൽ ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് വൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഗോയിങ് ടു ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് വൺ. ഇവിടെ കാണാം എ ബി ഈസ് ദ എക്സിസ്റ്റിംഗ് ബഡ്ജറ്റ് ലൈൻ. ദെൻ വിത്ത് ദ ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് വൺ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് മോർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ. നമുക്ക് സ്വാഭാവികമായി അറിയാവുന്ന കാര്യമാണ്, ഒരു വസ്തുവിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ കൂടുതൽ വാങ്ങാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ കൂടുതൽ വാങ്ങാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകും. ദെൻ ഇക്വേഷൻ ഇത് തന്നെയാണ്. P1 x1 plus P1 bar x1 plus P2 x2 is equal to m. That is the new budget line. With the decrease in price of good one, consumer can purchase more quantity of good one. Then budget line shift rightward. Budget line swings rightward along the horizontal axis, or budget line as more flatter to the horizontal axis or origin. Then consumer can purchase more quantity of good one. ഇവിടെ ഗുഡ് ടുവിൻ്റെ വിലയും വരുമാനവും സ്ഥിരമായി നിൽക്കുന്നു, ഗുഡ് വണ്ണിൻ്റെ വില കുറയുന്നു. ആ സമയത്ത് ഗുഡ് വൺ കൂടുതൽ വാങ്ങാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് എ ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് വൺ. വിലയിലുണ്ടാകുന്ന മാറ്റം, ഗുഡ് വണ്ണിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കുന്നു, ബഡ്ജറ്റ് സെറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞത് points below the budget line, comparing points below the budget line and points on the budget line, the bundle on the budget line and bundle below the budget line. Comparing these two, point on the budget line
all the bundles represents more of good one, at least one good, and less of other compared to any point below the budget line. ബഡ്ജറ്റ് ലൈനിൻ്റെ താഴെയുള്ള ഏതെങ്കിലും പോയിന്റുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ലൈനിനകത്തെ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈന് അകത്തുള്ള ഒരു ബണ്ടിൽ ഏതെങ്കിലും ഒരു ബണ്ടിൽ കൂടുതൽ ഒന്നാമത്തെ വസ്തു ഉള്ള ബണ്ടിലായിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ വസ്തു കുറയാത്ത ഒരു ബണ്ടിലായിരിക്കും ലഭ്യമായിരിക്കുക. പിന്നീട് നമ്മൾ പറയുന്നത് ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റ്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്, ചേഞ്ചസ് ഇൻ ഇൻകം ആൻഡ് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഓർ ഗുഡ് ടു കോസസ് ദ ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റ് ആൻഡ് ബഡ്ജറ്റ് ലൈൻ. വിലയിലുണ്ടാകുന്ന മാറ്റം, ഗുഡ് വണ്ണിലും ഗുഡ് ടുവിൻ്റെയും വിലയിലുണ്ടാകുന്ന മാറ്റം, അതുപോലെ ഉപഭോക്താവിൻ്റെ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം, ഈ രണ്ട് കാര്യങ്ങളാണ് ബഡ്ജറ്റ് ലൈൻ മാറ്റം സംഭവിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ വരുമാനത്തിൻ്റെയും ഗുഡ് വണ്ണിൻ്റെയും വിലയിലുണ്ടാകുന്ന മാറ്റം നമ്മൾ കണ്ടു. നമുക്ക് അടുത്തതായി ഗുഡ് ടൂവിലുണ്ട്, ഗുഡ് ടൂവിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം ഏത് രീതിയിലാണ് ബഡ്ജറ്റ് ലൈനിനെ അല്ലെങ്കിൽ ബഡ്ജറ്റ് സെറ്റിനെ സ്വാധീനിക്കുക എന്ന് നോക്കാം. If price of good 2 increases or decreases, what happen to the budget line and budget set? രണ്ടാമത്തെ വസ്തുവിൻ്റെ വില കുറയുകയോ കൂടുകയോ ചെയ്യുന്നു. ആ സമയത്ത് എന്ത് മാറ്റമാണ് ബഡ്ജറ്റ് ലൈന് സംഭവിക്കുക? അപ്പോൾ നമ്മൾ നേരത്തെ ഗുഡ് വണ്ണിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം എങ്ങനെയാണെന്ന് കണ്ടു. അതിന് നേരെ റിവേഴ്സ് ആയിരിക്കും. നേരത്തെ ഹൊറിസോണ്ടൽ ആക്സിസിലാണ് സ്വിങ്സ് നടന്നത്, അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ തെന്നിമാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി വൈ ആക്സിസിലായിരിക്കും അതിൻ്റെ മാറ്റം സംഭവിക്കുക. സപ്പോസ് ദർ ഇസ് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് ടു, budget line equation become P1 x1 plus P2 dash x2 is equal to m. Straight line equation become x2 is equal to m by P2 dash minus P1 by P2 dash x1. 6, 7. ഇവിടെ P2 എന്ന് പറയുന്നത് P2 ഡാഷ് എന്ന രീതിയിൽ മാറുന്നു എന്ന് വിചാരിക്കുക. ഒന്നുകിൽ ഇൻക്രീസ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കും. പ്രൈസ് ഒന്നുകിൽ വർദ്ധിക്കാം അല്ലെങ്കിൽ കുറയും. ഇനി പ്രൈസ് വർദ്ധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ദ കപ്പാസിറ്റി ഓഫ് ദ കൺസ്യൂമർ ടു പർച്ചേസ് ഗുഡ് ടു ഡിക്രീസസ്. ഒരു വസ്തുവിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വസ്തു വാങ്ങാനുള്ള ഒരു ഉപഭോക്താവിൻ്റെ കഴിവ് സ്വാഭാവികമായും കുറയും. ദെൻ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എ ബി ആണ് നിലവിലുള്ള ബഡ്ജറ്റ് ലൈൻ. എ ബിയിൽ നിന്നും എ ടു ബി എന്ന രീതിയിൽ ബഡ്ജറ്റ് ലൈൻ മാറുന്നു. പ്രൈസ് ഓഫ് ഗുഡ് ടൂവിലുണ്ടാകുന്ന മാറ്റം, ഗുഡ് ടൂവിലുണ്ടാകുന്ന മാറ്റം എ ബി എന്ന ബഡ്ജറ്റ് ലൈൻ എ ടു ബി എന്ന രീതിയിൽ മാറുന്നു. ഇവിടെ മാറ്റം എന്ന് പറയുന്നത് ദ ബഡ്ജറ്റ് ലൈൻ സ്വിങ്സ് ഡൗൺവേർഡ് സ്വിങ് ആണ് സംഭവിക്കുന്നത്. ഡൗൺവേർഡ് സ്വിങ്, താഴേക്ക് തെന്നി നീങ്ങുന്നു. സപ്പോസ് പ്രൈസ് ഓഫ് ഗുഡ് ടു ഡിക്രീസസ്. രണ്ടാമത്തെ കാര്യം നമുക്ക് പരിശോധിക്കാം. ഗുഡ് ടുവിൻ്റെ വില വർദ്ധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി ഗുഡ് ടുവിൻ്റെ വില കുറയുന്നു. സ്വാഭാവികമായും ഗുഡ് ടുവിൻ്റെ വില കുറഞ്ഞാൽ കൺസ്യൂമറിന് കൂടുതൽ ഗുഡ് ടു വാങ്ങാനുള്ള സാഹചര്യം ഒരുക്കുന്നു. ദെൻ ബഡ്ജറ്റ് ലൈൻ എ ബി ഈസ് ദ എക്സിസ്റ്റിംഗ് ബഡ്ജറ്റ് ലൈൻ വിച്ച് swings upward from the budget line AB to A1B. At that time budget line swings upward. ഗുഡ് ടുവിൻ്റെ വില കുറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ അപ്വേർഡ് സ്വിംഗ് ആണ് സംഭവിക്കുക along the vertical axis. If price of good to increases, the budget line swings downward. At that time consumer can purchase less quantity of good to. Suppose price of good to decreases, consumer can purchase more quantity of good to. At that time budget line swings upward.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗുഡ് ടുവിൻ്റെ വില കുറയുകയാണെങ്കിൽ കൺസ്യൂമറിന് കൂടുതൽ ഗുഡ് ടു വാങ്ങാം. ഗുഡ് ടുവിൻ്റെ വില കൂടുകയാണെങ്കിൽ കൺസ്യൂമറിന് കുറഞ്ഞ അളവിൽ മാത്രമേ ഗുഡ് ടു വാങ്ങാൻ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ കണ്ടത്. ബഡ്ജറ്റ് ലൈൻ എ ബിയിൽ നിന്നും എ ടു ബി ആകുന്നു. ഗുഡ് ടുവിൻ്റെ വില കൂടുകയാണെങ്കിൽ, ഗുഡ് ടുവിൻ്റെ വില കുറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ എ ബിയിൽ നിന്നും A1 ബി ആയിട്ട് ഉയരുന്നു. ആ സമയത്ത് കൺസ്യൂമറിന് കൂടുതൽ ഗുഡ് ടു വാങ്ങാൻ സാധിക്കുന്നു. ഗുഡ് വണ്ണിൻ്റെ വിലയും വരുമാനം തുല്യമാകുകയാൽ അല്ലെങ്കിൽ മാറ്റമില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് ഗുഡ് വണ്ണിൻ്റെ അളവ് സെയിം ആയിരിക്കും. ഇതാണ് ബഡ്ജറ്റ് ലൈൻ ഉപഭോക്താവിൻ്റെ വരുമാനവും അതുപോലെ രണ്ട് വസ്തുക്കളുടെ വിലയും മാറ്റം സംഭവിക്കുന്നുണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.